ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് നമ്മുടെ നാടൻ വിഭവമായ കപ്പയും മീനുമാണ്. അതിലേക്ക് കപ്പ ഇതുപോലെ കുറച്ച് വട്ടത്തിലരിഞ്ഞ് കഴുകിയെടുത്ത് വെള്ളം തിളച്ചതിന് ശേഷം കപ്പയിട്ട് തിളപ്പിച്ച് വെള്ളം വാർത്ത് കളഞ്ഞ് മാറ്റി വയ്ക്കാം. അതിനുശേഷം നമുക്ക് അരപ്പ് തയ്യാറാക്കാം. ഞാൻ കുറച്ച് തേങ്ങ, അതായത് ഒരു മുറിയോളം തേങ്ങയുണ്ട്. അതിലേക്ക് 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/4 സ്പൂൺ ജീരകവും 4-5 അല്ലി വെളുത്തുള്ളിയും ഇട്ട ശേഷം നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് ഇത് നമുക്ക് അവിയലിന് അരയ്ക്കുന്നത് പോലെ ഒന്ന് അരച്ചെടുക്കാം. ഇനി അതിലേക്ക് 1/2 സ്പൂൺ മുളക് പൊടി ചേർത്തതിന് ശേഷം ഒന്നുകൂടി നമുക്ക് കറക്കിയെടുക്കാം. ഇപ്പോൾ കപ്പ വെന്തിട്ടുണ്ട്. കപ്പ നമ്മൾ സാധാരണ വേവിക്കുന്നത് എങ്ങനെയാണെന്ന് എല്ലാവർക്കും അറിയാം. അതുപോലെയാണ് ഞാൻ വേവിച്ചത്. ഇനി അതിലേക്ക് നമ്മുടെ ഈ അരപ്പ് ഒഴിച്ചതിന് ശേഷം പാകത്തിന് ഉപ്പും 2 തണ്ട് കറിവേപ്പിലയും ഇട്ട് ഒന്ന് അടച്ച് വെച്ച് ആവി കയറ്റി നമുക്ക് ഇതിൻ്റെ വെള്ളം വറ്റിച്ചെടുക്കാം. അതിനുശേഷം നിങ്ങൾ ഏത് ഉപയോഗിച്ചാണോ കപ്പ കുഴയ്ക്കുന്നത് അതുപയോഗിച്ച് ഇത് നല്ലതുപോലെ കുഴച്ചെടുക്കാം. ഞാൻ തവിയും ഫോർക്കുമൊക്കെ ഉപയോഗിച്ചാണ് കുഴയ്ക്കുന്നത്. നിങ്ങളുടെ കയ്യിലുള്ളത് എന്താണോ അത് ഉപയോഗിച്ച് വെച്ച് നിങ്ങൾക്ക് നല്ലതുപോലെ കുഴച്ചെടുത്താൽ നമ്മുടെ സ്വാദിഷ്ടമായ കപ്പ റെഡിയായി. ഇനി നമുക്ക് മീൻകറി ഉണ്ടാക്കാം. ഞാൻ അതിന് ഒരു 3 സ്പൂൺ മുളക് പൊടി വറുത്തതിലേക്ക് ഒരു 5-6 ചെറിയ ഉള്ളിയും 1/2 മുറി തേങ്ങയും കുറച്ച് വെള്ളവും ഒഴിച്ചതിന് ശേഷം നമുക്കൊന്ന് അരച്ചെടുക്കാം. ഇതുപോലെ ഇരിക്കും. മീൻകറി വയ്ക്കുമ്പോൾ എപ്പോഴും മുളക് നല്ല ബ്രൗൺ കളറായി മൂപ്പിച്ചെടുക്കാൻ ശ്രദ്ധിക്കുക. പച്ചയ്ക്ക് അരച്ച് കഴിഞ്ഞാൽ അതിന് ടേസ്റ്റ് ഉണ്ടാവുകയില്ല. ഇനി ഞാൻ വയ്ക്കുന്നത് ഇതുപോലെ മാങ്ങ ഇട്ടാണ്. അതിന് ഒരു 1/2 മുറി മാങ്ങ ഞാൻ ഇട്ടിട്ടുണ്ട്. പിന്നെ 1/2 മുറി മുരിങ്ങയ്ക്ക. അതിന് ശേഷം ഒരു നെല്ലിക്ക വലിപ്പത്തിലുള്ള പുളി പിഴിഞ്ഞ് അതിൻ്റെ ചാറ് ഒഴിച്ചതിന് ശേഷം നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ഇതിലേക്കിട്ട് നമുക്ക് നല്ലതുപോലെ ഒന്ന് കൈകൊണ്ട് മിക്സ് ചെയ്യാം. എന്നിട്ട് കറിവേപ്പിലയും ഇട്ട് നമുക്ക് 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ഇട്ടതിന് ശേഷം പാകത്തിന് ഉപ്പുമിട്ട് കൈകൊണ്ട് നല്ലതുപോലെ ഇളക്കി അടുപ്പിൽ വെച്ച് നമുക്ക് അടച്ച് വെച്ച് തിളപ്പിച്ചെടുത്തതിന് ശേഷം ഏത് മീനാണോ നിങ്ങൾ വയ്ക്കാനായിട്ട് എടുക്കുന്നത് ആ മീൻ നമുക്ക് ഇതിലേക്ക് പറക്കിയിട്ട് വേവിച്ചെടുക്കാവുന്നതാണ്. അതിനുശേഷം പകുതി വേവുമ്പോൾ നമുക്ക് ഇതിലേക്ക് 1/2 സ്പൂൺ ഉലുവാപ്പൊടിയും പിന്നെ നമുക്ക് 2 തണ്ട് കറിവേപ്പില കൂടി എക്സ്ട്രാ ഇട്ടതിന് ശേഷം ഒന്നുകൂടി ആവശ്യത്തിന് ഗ്രേവിക്കനുസരിച്ച് മീൻ പറ്റിച്ചെടുക്കാവുന്നതാണ്. എപ്പോഴും മീഡിയം ഫ്ലെയിമിൽ വയ്ക്കാൻ ശ്രദ്ധിക്കുക. അങ്ങനെ സ്വാദിഷ്ടമായ നമ്മുടെ മീൻ കറി റെഡിയായി. കപ്പയും മീനും റെഡിയായി. എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളെല്ലാവരും എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. കൂടാതെ നിങ്ങളുടെ വിലയേറിയ സ്റ്റാറും കൂടി